ഞാൻ ചന്ദ്രിക. എല്ലാവർക്കും ചന്ദ്രൂസ് വേൾഡിലേക്ക് സ്വാഗതം. പൊതുവെ എനിക്കൊരു ചെടി കിട്ടിക്കഴിഞ്ഞാൽ അത് എങ്ങനെയുള്ള പോട്ടിൽ വെക്കണം, ഏത് ഷേപ്പിലുള്ള പോട്ടിൽ വെക്കണം എന്നൊക്കെ ഭയങ്കര സംശയമാണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും, തുണി കൊണ്ടും സ്റ്റോൺ കൊണ്ടും സിമെൻറ്റ് കൊണ്ടും ഒക്കെ കുഞ്ഞു കുഞ്ഞു പോട്ടുകൾ ഉണ്ടാക്കാൻ ശ്രമിക്കും. അപ്പം അങ്ങനെയുള്ള ഒരു പോട്ട് ഉണ്ടാക്കി അതിൽ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു ചെടി വെച്ചാൽ ഭയങ്കര സന്തോഷമാണ് എനിക്ക്. അപ്പോൾ അങ്ങനെ എൻ്റെ ആ ഒരു സന്തോഷം ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാണ്. നമുക്കൊരു കുഞ്ഞു പോട്ട് ഇന്ന് ഉണ്ടാക്കി നോക്കാം. സിമെൻറ്റും മണലും ചേർത്തിട്ടുള്ള പോട്ടാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടി നമുക്കൊരു മോൾഡ് ആവശ്യമാണ്. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ പേപ്പർ ബോക്സ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു അളവിലാണ് നമ്മൾ ഇന്നത്തെ പോട്ട് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതൊരു പേപ്പർ ബോക്സ് ആയതുകൊണ്ട് പെട്ടെന്ന് ഇത് അങ്ങനെ അമുങ്ങിപ്പോവാൻ സാധ്യതയുണ്ട്, ഇങ്ങനെ അമർന്നു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമുക്ക് ഇതിനകത്ത് എന്തെങ്കിലും ഒന്ന് ഇട്ട് ഇതിന് നമുക്കൊന്ന് ടൈറ്റ് ആക്കണം, ഇതിനകത്ത് എന്തെങ്കിലും വെച്ച്. അപ്പോൾ അതിന് വേണ്ടി ഞാൻ ചെയ്യുന്നത് കുറച്ച് തുണികൾ ഇതിൻ്റെ അകത്ത് വെച്ച് നമുക്കിതിനെ ഒന്ന് ടൈറ്റ് ആക്കാം. ഇത് മിക്സ് ചെയ്യാൻ ഞാനൊരു പാത്രം എടുത്തിട്ടുണ്ട്. പിന്നെ ഈ പാത്രത്തിന് ഒരു പാത്രം സിമെൻറ്റ് എടുക്കുന്നുണ്ട്. അതേ അളവിൽ തന്നെ ഞാൻ എംസാൻഡ്, അതായത് മണലിന് പകരം ഞാനിവിടെ എംസാൻഡാണ് ഉപയോഗിക്കുന്നത്. തുല്യ അളവിൽ ഒരു പാത്രം എംസാൻഡും എടുക്കുന്നു. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇത് കട്ടയെല്ലാം ഉണ്ടെങ്കിൽ നല്ലോണം ഉടക്കണം. ഇത് സിമെൻറ്റ്, ഇത് കുറച്ച് പഴയ സിമെൻറ്റാണ്, അതുകൊണ്ട് കുറച്ച് ഇതിൽ കട്ടയെല്ലാം ഉണ്ട്. അതെല്ലാം ഞാൻ നന്നായിട്ട് കൈ കൊണ്ട് ഇത് ഉടക്കും. ഇതിന് ആവശ്യത്തിന് വെള്ളം ചേർക്കുക. കൂടുതൽ ലൂസ് ആവാണ്ട് ഇത് മിക്സ് ചെയ്യണം. കൂടുതൽ ലൂസായിപ്പോയാൽ നമുക്കത് നമ്മൾ വിചാരിച്ച പോലെ നമുക്കത് ചെയ്യാൻ പറ്റൂല. അതുകൊണ്ട് സൂക്ഷിച്ച് വെള്ളം ചേർത്ത് അധികം കട്ടിയില്ലാതെയും അധികം ലൂസാവാതെയും ഇത് മിക്സ് ആക്കണം. ഈ മിക്സിൽ നല്ല വെള്ളമെല്ലാം നല്ല കറക്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് കയ്യിൽ ഗ്ലൗസ് ഇട്ടത് കൊണ്ട് കൈ ഇതിലേക്ക് ഇടുമ്പോൾ പ്രശ്നമൊന്നുമില്ല, ഇല്ലെങ്കിൽ സിമെൻ്റാണ്, കൈ പൊള്ളിപ്പോവും. ഇത് നമ്മൾ കുറച്ചെടുക്കുക. അതിനുശേഷം ഞാൻ ഈ ബോക്സ് ഞാൻ കുറച്ച് എൻ്റെ അടുത്തേക്ക് വെക്കട്ടെ. ഇനി നമ്മൾ ഈ എടുത്ത മിക്സ് കുറച്ച് നീളത്തിലാക്കി നമ്മൾ അതിനെ ഉരുട്ടണം. കുറച്ച് നീളത്തിൽ ഉരുട്ടണം. അതിന് ശേഷം നമ്മൾ ഈ ബോക്സിൻ്റെ താഴത്തെ ഫസ്റ്റ് ലെയറാണ്, അപ്പം താഴത്തെ വരിയിൽ അത് ബോക്സിനോട് ചേർത്ത് വെക്കുക. അതുപോലെ തന്നെ വീണ്ടും എടുക്കുക. ഒരേ അളവിലായിരിക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ, ഇല്ലെങ്കിൽ പല അളവിലായാൽ നമ്മൾ ആ വെക്കുന്നതിൻ്റെ സൈസും പല തരത്തിലായി പോകും. അതുകൊണ്ട് ഒരേ അളവിൽ ഈ കോർണറിൽ വെക്കുമ്പോൾ ആ കോർണർ ശരിക്കും കവർ ചെയ്തിട്ട് റൗണ്ടിൽ ഇതുപോലെ ബോക്സിനോട് ചേർത്ത് വെക്കുക. കുറച്ച് വൃത്തിയായിട്ട് വെക്കാൻ ശ്രദ്ധിക്കണം. ഇനി അടുത്തും അതേപോലെ, ഇനി ഓരോ പ്രാവശ്യവും അതേപോലെ ഒരേ സൈസിൽ തന്നെ എടുത്ത് നീളത്തിലാക്കി അങ്ങനെ ചുറ്റും കവർ ചെയ്യാൻ മാത്രം വെക്കുക. ഇതിപ്പോൾ നമ്മൾ ലാസ്റ്റ് ലെയറിലേക്ക് എത്തി. ഇപ്പോൾ ഈ ലാസ്റ്റ് ലെയർ ആകുമ്പോൾ നമ്മൾ ഒരു അര ഇഞ്ച് മുകളിലേക്ക് വെക്കണം. നമ്മൾ അതിൻ്റെ നടുക്ക് നമ്മൾ ഫില്ല് ചെയ്യാന്ന് ഇവിടെ സിമെൻറ്റ് വെച്ച്. നമുക്ക് മോൾഡായി പ്ലാസ്റ്റിക് ബോക്സോ അങ്ങനെ വല്ലതും ഒക്കെ എടുക്കാം. ഞാൻ പിന്നെ ഇത് എടുത്ത് കളയാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ കടലാസ് പെട്ടി എടുത്തത്. അങ്ങനെ ആകുമ്പോൾ നമ്മൾ പെട്ടെന്ന് അതിൻ്റെ അകത്തുനിന്ന് പറിച്ചെടുത്ത് കളഞ്ഞാൽ മതി. പക്ഷേ പ്ലാസ്റ്റിക് ബോക്സൊക്കെ ആകുമ്പോൾ നമ്മളത് എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടും, ചൂടുവെള്ളമൊക്കെ ഒഴിക്കേണ്ടി വരും ചിലപ്പോൾ ഇളകി വരാൻ. ഇനി ഇതിൻ്റെ മുകളിൽ നമുക്ക് ഫില്ല് ചെയ്യാം. ശരിക്കും സിമെൻറ്റ് മിക്സ്ചർ നന്നായി നിരത്തി ഇതിൻ്റെ സൈഡെല്ലാം ശരിക്കും സൈഡിലേക്കെല്ലാം നന്നായിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കണം. മിക്സ് ഞാൻ ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാൻ പോവാണ്. ശരിക്കും നിരത്തി കൊടുക്കണം. അതിന് ശേഷം
അതിനുശേഷം ഇതിൻ്റെ സൈഡെല്ലാം ശരിക്കും ഒന്ന് സെറ്റാക്കണം. കാരണം ഗ്യാപ്പ് വരാതെ നേരത്തെ നമ്മൾ വെച്ചതിനോട് യോജിപ്പിച്ചുകൊണ്ട് നന്നായിട്ടൊന്ന് അമർത്തി കൊടുക്കണം. ഇല്ലെങ്കിൽ അത് ശരിക്കും സെറ്റ് ആവൂല. ഇത് കംപ്ലീറ്റ് ആയി കഴിഞ്ഞു. ഇനിയിപ്പോൾ ഇതിന് നമുക്കൊരു ഹോൾ ഇട്ട് കൊടുക്കണം. ഞാൻ കൈ കൊണ്ട് തന്നെ ഒരു ഹോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് മിക്സർ കുറച്ച് ലൂസായി കഴിഞ്ഞാൽ കൈ കൊണ്ട് ഹോൾ ഇട്ടാലും ചിലപ്പോൾ നിൽക്കില്ല. അപ്പോൾ എന്തെങ്കിലും ചിലപ്പോൾ നമ്മൾ അതിൻ്റെ ഇടയിൽ വെക്കേണ്ടി വരും. പക്ഷെ കുറച്ച് ടൈറ്റ് മിക്സ്ചർ ആണെങ്കിൽ നമ്മൾ കൈ കൊണ്ട് ഉണ്ടാക്കിയാൽ തന്നെ അതങ്ങനെ നിൽക്കും. അപ്പോൾ നമുക്ക് ഇതിലേക്ക് എന്തെങ്കിലും വെച്ച് കൊടുക്കേണ്ടി വരും. അപ്പം ഞാനൊരു ബോട്ടിലിൻ്റെ മൂടി ഇതിലേക്ക് വെക്കുകയാണ്. അതവിടെ നിന്നോളും. ഇനിയിപ്പോൾ അത് അടഞ്ഞു പോകില്ല ഹോള്. ഇനിയിപ്പോൾ നമുക്കിതിന് സ്റ്റാൻഡ് ഉണ്ടാക്കി കൊടുക്കണം. 4 സ്റ്റാൻഡാണ് വേണ്ടത്. അപ്പോൾ അതിന് വേണ്ടി ഞാനിവിടെ മിക്സർ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. കുറച്ച് ടൈറ്റിലാണ് ഞാൻ മിക്സർ ഉണ്ടാക്കിയിട്ടുള്ളത്. അത് ഇതുപോലെ ഒരു ഉണ്ടയാക്കി കുറച്ച് അതിൻ്റെ ഒരു ഷേപ്പാക്കി ഇവിടെ അങ്ങ് ഫിക്സ് ചെയ്യാം. അതവിടെ ഉറച്ചു നിന്നോളും. അതിനോട് സെറ്റായി നിൽക്കും അത്. അങ്ങനെ ഇതുപോലെ 4 എണ്ണം ഉണ്ടാക്കി 4 മൂലയിലും വെക്കുക. സ്റ്റാൻഡ് വെക്കുന്ന സമയത്ത് ലെവല് ശ്രദ്ധിക്കണം. 4 സ്റ്റാൻഡ് വരെ ലെവലിൽ തന്നെ വരണം. എന്നാൽ മാത്രമേ നമുക്ക് പോട്ട് വെക്കുന്ന സമയത്ത് ശരിയാണ്ട് വെക്കാൻ പറ്റൂ. ഇപ്പം നമ്മുടെ ചട്ടി കംപ്ലീറ്റ് ആയി. ഇനി നമ്മൾ ഒരു 24 മണിക്കൂർ നേരം ഇതിനൊന്ന് സെറ്റ് ആവാൻ വേണ്ടി വെക്കണം. അതിനുശേഷം ഇപ്പം നമുക്ക് നാളെ ഇതേ സമയത്ത് തന്നെ ഇത് എടുത്തു നോക്കാം. അപ്പോഴത്തേക്ക് ഇത് നന്നായി സെറ്റായിട്ടുണ്ടാവും. ഇപ്പം 24 hours കഴിഞ്ഞു. ഇനി നമുക്കിതൊന്ന് മെല്ലെ എടുത്തു നോക്കാം. ഇനി ഇതിനകത്ത് കടലാസ് പെട്ടി ഉണ്ട്. ഇതിനെ നമുക്ക് സാവധാനം ഒന്ന് എടുത്തു മാറ്റണം. ഇതിപ്പോൾ കടലാസ് പെട്ടി ആയതുകൊണ്ട് നമുക്ക് ഇത്ര എളുപ്പത്തിൽ എടുക്കാൻ പറ്റുന്നത്. പ്ലാസ്റ്റിക് ബോക്സ് ആണെങ്കിൽ നമുക്കിപ്പം കുറച്ച് ബലം പ്രയോഗിക്കേണ്ടി വരും എടുക്കാൻ. ഇനിയിപ്പോൾ ഇതെല്ലാം റിമൂവ് ചെയ്തതിന് ശേഷം നമുക്കിത് ഇതേപോലെ തന്നെ ഒരു ദിവസം മുഴുവനും വെള്ളത്തിലിട്ട് വെക്കുക. നമ്മുടെ ചട്ടി റെഡി ആയി കഴിഞ്ഞു. ഇനി നമുക്കിതിൻ്റെ ഫിനിഷിംഗ് വർക്കാണ്. പെയിൻറ്റ് ചെയ്യണം. പെയിൻറ്റ് ചെയ്യുന്നതിന് മുമ്പായി നമ്മളിത് ഇതിനകത്ത് ഇപ്പോൾ ഇതുപോലെ ലെയറായി ചെയ്തുകൊണ്ട് ഇതിലെല്ലാം ഹോൾസ് ഉണ്ടാവും. അപ്പോൾ ആ ഹോൾസ് നമുക്ക് സിമെൻറ്റ് ക്രൗട്ടാക്കി അടക്കണം. അതിന് മുമ്പേ നമുക്കിത് ഇവിടെ ഒരു സാധനം നമ്മൾ വെച്ചിരുന്നു അല്ലേ, ഹോൾസിന് വേണ്ടിയിട്ട്. എന്താ ഇവിടെ ഹോൾസിന് വേണ്ടി ഒരു സാധനം വെച്ചിരുന്നു. ആ സാധനം ഒന്നെടുക്കാം നമുക്ക്. ഇനി നമുക്ക് സിമെൻറ്റ് ക്രൗട്ട് തേച്ച് കൊടുക്കണം. അപ്പം ഞാനിത് റെഡിയാക്കുകയാണ്. ഞാനിതിനെ കൈകൊണ്ട് തന്നെ എടുത്തത്. നല്ല ഗ്ലൗസ് ഇട്ടതുകൊണ്ട് കുഴപ്പമില്ല. കൈകൊണ്ട് തന്നെ എടുത്തിട്ട് ഇതിനകത്തേക്ക് ഇങ്ങനെ തേച്ച് കൊടുക്കുക. ഇപ്പം ഈ ഹോൾസ് എല്ലാം അടഞ്ഞു കിട്ടും. ഇത് വേണമെങ്കിൽ 2-3 പ്രാവശ്യം ഇങ്ങനെ ഇതിൻ്റെ മുകളിൽ തന്നെ പിന്നെയും കുറച്ച് ഉണങ്ങിയപ്പോൾ വീണ്ടും തേച്ച് കൊടുക്കാം കേട്ടോ. അപ്പം ശരിക്കും ഒരു ഗ്യാപ്പില്ലാണ്ട് വെള്ളമൊന്നും ലീക്കാവാണ്ട് കിട്ടും നമുക്ക്. അല്ലെങ്കിൽ
ഇതുപോലുള്ള ബ്രഷ് ഉപയോഗിച്ചും ചെയ്യാം കേട്ടോ. ഇതുപോലുള്ള ബ്രഷ് ഉപയോഗിച്ചും സിമെൻറ്റിൽ മുക്കിയിട്ട് ഇത് ചെയ്യാം. ക്രൗട്ട് തേച്ച് കൊടുക്കാം. അങ്ങനെയും കൈ കൊണ്ട് പറ്റൂലെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം. ക്രൗട്ട് തേച്ച് ഒരുവിധം കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നോക്കി എവിടെയെങ്കിലും ഗ്യാപ്പ് ഉണ്ടെങ്കിൽ അവിടെയെല്ലാം നോക്കി ചെയ്തോളുക. ഇനി നമുക്കിത് ഉണങ്ങാൻ വെക്കാം. അടുത്തതായിട്ട് നമ്മൾ ഇതിന് പ്രൈമർ കൊടുക്കാൻ പോകുന്നുണ്ട്. അപ്പോൾ ഞാനിതിൻ്റെ സിമെൻറ്റ് പ്രൈമറാണ് വാങ്ങിച്ചിട്ടുള്ളത്. ഇതാ സിമെൻറ്റ് പ്രൈമർ. അത് ഞാൻ വാട്ടർ ബേസ്ഡ് ആണ്. അപ്പോൾ ഞാനിത് ഇതിൽ മിക്സ് ആക്കി വെച്ചിട്ടുണ്ട്. ഇത് കൊടുക്കാൻ പോകുന്നത് ഇതിൻ്റെ ഈ ഗ്യാപ്പെല്ലാം ഒന്ന് ഫില്ല് ചെയ്യുന്ന മാതിരി പ്രൈമർ കൊടുത്തോളാം. ഇതിപ്പോൾ പ്രൈമർ കൊടുത്ത് നമ്മളെ പോട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിൽ പെയിൻറ് ചെയ്യണം. അപ്പോൾ ഇതിന് വേണ്ടി ഞാൻ എടുത്തിട്ടുള്ളത് ഇൻഡിഗോയുടെ മെറ്റാലിക് എമൽഷൻ പെയിൻ്റാണ്. ഇത് കോപ്പർ ഫിനിഷിംഗ് ഉള്ളത് മെറ്റാലിക് പെയിൻ്റാണ്. ഇത് വാട്ടർ ബേസ്ഡ് പെയിൻ്റാണ്. അപ്പോൾ നമുക്കിത് പെട്ടെന്ന് ഇതിൽ നിന്ന് കൊടുത്തു നോക്കാം. പെയിൻറ്റിൽ നമുക്ക് ഇഷ്ടമുള്ള പെയിൻറ്റ് നമ്മൾ സെലക്ട് ചെയ്യാം കേട്ടോ. ഇഷ്ടമുള്ള പെയിൻറ്റ് സെലക്ട് ചെയ്യാം. അതുപോലെ ഞാൻ അത്ര നല്ലൊരു പെയിൻറ്ററൊന്നുമല്ല, അതുകൊണ്ട് ഇപ്പോൾ ചിലപ്പോൾ നല്ല ബോർഡറെല്ലാം കൊടുത്ത് നമുക്ക് നല്ല ഭംഗിയാക്കാം. ഇതിനെ ഒരു ബ്ലാക്ക് ബോർഡറെല്ലാം കൊടുത്തു കഴിഞ്ഞാൽ നല്ല രസമുണ്ടാവും. ഇതിന് നല്ല ഭംഗിയായിരിക്കും. ഇതിൻ്റെ ഈ ഗ്യാപ്പെല്ലാം ഫില്ല് ചെയ്യുന്ന മാതിരി കൊടുക്കണം കേട്ടോ. ഇതിന് ചെറിയ ഇതെല്ലാം ഉണ്ടല്ലോ, അതിലേക്ക് ബ്രഷ് കടത്തിയിട്ട് അങ്ങ് ഇതിങ്ങനെ കൊടുക്കണം. ഇങ്ങനെ ആക്കി ആ ഗ്യാപ്പെല്ലാം അടയുന്നതിനാണ് നമ്മൾ ഈ പ്രൈമർ കൊടുക്കുമ്പോൾ അങ്ങനെ ഒരു ഗുണം കൂടിയുണ്ട്. ആ ഗ്യാപ്പെല്ലാം ഒന്ന് അടഞ്ഞു കിട്ടും. ഇനിയിപ്പോൾ നിങ്ങൾ ഇത് തന്നെ ഉപയോഗിക്കണമെന്നില്ല. ഇത് കണ്ടതാ ആക്രിലിക് പെയിൻറ്. ഇത് നമ്മൾ ചെറിയ തോതിൽ നമ്മൾ ചെറിയൊരു കുഞ്ഞു പോട്ടലാക്കുന്നുണ്ടെങ്കിൽ ഈ ആക്രിലിക് പെയിൻറ് വാങ്ങിയാൽ മതി. ഫാബ്രിക് പെയിൻറ്റിങ്ങിന് ഉപയോഗിക്കുന്ന പെയിൻറ്റാണ്. ഞാൻ ഇത് സാധാരണയായി ഉപയോഗിക്കാറുണ്ട്. ഇത് പിന്നെ കുറേ പോട്ടുണ്ട് എനിക്ക് കൊടുക്കാൻ, അതുകൊണ്ട് ഞാൻ കുറച്ച് വലിയ പെയിൻറ് തന്നെ വാങ്ങിയത്. ഇത് 20 രൂപയൊക്കെ കിട്ടും കേട്ടോ. ഇത് 20 രൂപയാണ് ഇതിൻ്റെ വില. ഇതിന് 250 രൂപയാണ് കേട്ടോ വില. ഞാനിപ്പോൾ ഫസ്റ്റ് കോട്ട് കംപ്ലീറ്റ് ആക്കാൻ പോകുന്നു. ഇനി ഇതൊന്ന് ഉണങ്ങി കഴിഞ്ഞതിന് ശേഷം നമുക്ക് സെക്കൻഡ് കോട്ടും കൂടി ഒന്ന് കൊടുക്കണം. 2 കോട്ട് കൊടുത്താലേ അതിൻ്റെ ഒരു നല്ലൊരു ഫിനിഷിങ്ങിൽ കിട്ടും. പിന്നെ നമുക്കിതിൽ വേണമെങ്കിൽ വേറെ എന്തെങ്കിലും കളർ കൊണ്ട് ഷെയ്ഡ് കൊടുക്കാം, പിന്നെ ബോർഡർ കൊടുക്കാം. അങ്ങനെ അവരവരെ ഇഷ്ടത്തിനനുസരിച്ച് ഇതിനെ ഭംഗിയാക്കി വെക്കാം. നമ്മളിതിപ്പോൾ ഒരു കോട്ട് കൊടുത്തു. ഇതൊന്ന് ഡ്രൈ ആയി. ഇനി നമുക്ക് ഒരു കോട്ടും കൂടി കൊടുക്കണം. എന്നാൽ മാത്രമേ ഇത് നല്ലൊരു തിളക്കം വരും ഇതിന്. ഞാനിത് സ്റ്റാർട്ട് ചെയ്യുന്നത് 2ാമത്തെ കോട്ട്. നമ്മൾ പെയിൻറ്റിങ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞു. 2ാമത്തെ കോട്ടും ഞാൻ കൊടുത്തു. അത് ഉണങ്ങി. ഇത് രണ്ടും ഒരേ രീതിയിൽ ഉണ്ടാക്കിയ പോട്ട്സാണ്. രണ്ടും സിമെൻറ്റ് കൊണ്ട് ഉണ്ടാക്കിയത്. അപ്പോൾ ഇതിൻ്റെ നമുക്ക് പെയിൻറ്റ് കിട്ടാൻ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടായി. അതുകൊണ്ട് അതും ഒരേ കളർ പെയിൻറ്റ് മാത്രമേ എനിക്ക് കിട്ടിയിട്ടുള്ളൂ. ഷോപ്പൊന്നും തുറക്കാത്തതുകൊണ്ട് അവിടെ രണ്ടിനും ഒരുപോലത്തെ പെയിൻറ്റ് തന്നെ കൊടുത്തത്. നമുക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ പെയിൻറ്റുകൾ മാറിക്കൊടുക്കാം. അതുപോലെ തന്നെ ലൈൻസ് വേണമെങ്കിൽ ഇങ്ങനെ ലൈൻസ് ഇട്ട് കൊടുക്കാം. ഇതിനെല്ലാം അങ്ങനെ ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങളെ കഴിവ് ഇതിലേക്ക് കാണിക്കാം. അപ്പോൾ ഞാൻ ഇതിലേക്ക് ചെടി നടുകയാണ് കേട്ടോ. എനിക്ക് തോന്നുന്നു ഞാൻ ഈ ഫേണ് നടാൻ തോന്നി. ഇതിൽ ഫേണ് നടട്ടെ. കണ്ടല്ലോ എന്ത് ഭംഗിയായിട്ടാണ് ഇരിക്കുന്നതെന്ന്. അപ്പോൾ നമ്മൾ കുറച്ച് നേരം ഒന്ന് മെനക്കെട്ടാൽ നമുക്ക് ഇതുപോലെയുള്ള നല്ല ഭംഗിയുള്ള പോട്ട്സ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. വളരെ കനം കുറഞ്ഞിട്ടാണ് ഞാൻ ഇത് ഉണ്ടാക്കിയത്. പിന്നെ ഇൻഡോർ വെക്കുന്നതുകൊണ്ട് മണ്ണ് ചൂടാവുന്നുള്ള ഒരു പ്രശ്നവും വരുന്നില്ല. അപ്പോൾ ഞാൻ എത്രയും പെട്ടെന്ന് അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യണം. മഴ വരുന്നുണ്ട്. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ നോട്ടിഫിക്കേഷന് വേണ്ടി ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.